അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് എടുത്തുള്ളത് തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മുടെ ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് വീഴ്ച പരിപാടി. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ്. അതെ, ഞാനൊറ്റക്കല്ല, കൂട്ടുകാർ കൂടി ഉണ്ട്. ഒരു എത്ര ആളുണ്ട്? ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. ഇപ്പോൾ ലോകത്ത് ഏറ്റവും തട്ടിപ്പ് നടക്കുന്ന ഒരു പുതിയ കാലഘട്ടം. എത്ര സമ്പത്തുണ്ടായാലും എത്ര സൗകര്യമുണ്ടായാലും എത്ര പണം വാരി കിട്ടിയാലും മനുഷ്യനെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള ഒരു പാഠമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ഒരു മനുഷ്യന് അള്ളാഹു ഒരു ഊഹദ് മലയോളം സ്വർണം കൊടുത്താൽ, അങ്ങനെ പറയുമ്പോൾ ശരിക്കും പ്രവാസികൾക്ക് വേഗം മനസ്സിലാവും. ഉഹദ് മല എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലൊക്കെയുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് എത്ര പോലെ കിൻഡലല്ല, ടൺ കണക്കിന് മില്യൺ കണക്കിന് കിലോഗ്രാമുള്ള ഒരു സാധനമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഉപമയിലൂടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ഒരു മല അള്ളാഹു സ്വർണ്ണമാക്കിയിട്ട് കൊടുത്തു. മനുഷ്യൻ എൻ്റെ ആഗ്രഹം തീർന്നോട്ടെ, എന്നാ തീർത്തോ. പക്ഷേ അവൻ്റെ പ്രാർത്ഥന പിന്നീട് എന്തായിരിക്കും? അങ്ങനത്തെ ഒന്നും കൂടെ കിട്ടണമെന്ന്. അങ്ങനെ ഒന്നും കൂടെ ആ പ്രദേശം മുഴുവനും കൊടുത്താലോ പിന്നെയും മൂന്നാമതും കിട്ടണമെന്ന്. എന്നിട്ടോ ഇതൊക്കെ ഇവൻ എന്തിനാണ് പറ്റുക? ഇതിവൻ ഉപയോഗിക്കുന്നു പോലുമില്ല. ഇങ്ങനെ ആർത്തി പണ്ടാരങ്ങൾ ഇതിങ്ങനെ കുന്നുകൂട്ടി കെട്ടിക്കൂട്ടി വെക്കാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രവണത. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നല്ല വഴി. ഇപ്പോൾ സത്യത്തിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന വ്ളോഗർമാരാണ് ഇപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞോനൊക്കെ. ഇദ്ദേഹത്തിനൊക്കെ ധാരാളം പൈസ കിട്ടും, 10-40 ലക്ഷം ഉറുപ്പ്യ പല രീതിയിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും അവരുടെ ആഗ്രഹമാണ് തീരണത്. എന്നിട്ട് പല വ്യാജമായിട്ടുള്ള മരുന്നുകളുടെ വിൽപ്പന, ആ ക്രീമിൻ്റെ വിൽപ്പന, വേറെയുള്ള മറ്റ് എന്താ പറയുക സദസ്സിൽ പറയാൻ പറ്റാത്ത സാധനങ്ങളുടെ വിൽപ്പന, അതൊക്കെ ഭാര്യയും അതിന് പങ്കാളിയാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടന്നിട്ട് പോലും നോക്കണം. എന്നിട്ടോ ഇപ്പോൾ ഒരു പുതിയ തട്ടിപ്പ്, പടച്ചോൻ്റെ ഒരു പണിയെന്ന് നമ്മൾ പറയുമല്ലോ, 40 ദിവസം കട്ടാൽ 41-ാം ദിവസം അത് പൊളിയെന്ന് പറഞ്ഞൊരു പരിപാടി പടച്ച തമ്പുരാൻ ഈ പ്രകൃതി നിയമമായിട്ട് അള്ളാഹു വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്രാപഞ്ചിക നിയമമാണത്. ഇപ്പം അതാണ് പൊളിഞ്ഞു. അതാണ് ആദ്യം നിങ്ങൾ പറഞ്ഞു ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തിനാ പറ്റിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഫെവിക്കോൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ചാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചാൽ അത് തൊയഞ്ഞു ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്, അതിന്റെ അടിയിൽ നിന്ന് എടുത്ത് കേട്ടില്ലേ? ആളുകളെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ഈ നാടകം കളിച്ചിട്ട് അവരോട് പറയുകയാണ്, ആദ്യം തന്നെ മുൻകൂട്ടിയിട്ട് ഇവർക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 10-13 ടിക്കറ്റ് ഒന്നിച്ചെടുത്ത അവരോട് ചോദിക്കുക, ആദ്യം തന്നെ മുൻകൂട്ടി ഇവർ വിജയിയെ നിശ്ചയിച്ചിരിക്കുന്നു ഈ ലക്കി ഡ്രോ തട്ടിപ്പില്. എന്നിട്ട് ടിക്കറ്റ് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് എടുത്തുള്ളത് തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മുടെ ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് വീഴ്ച പരിപാടി. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ്. അതെ, ഞാനൊറ്റക്കല്ല, കൂട്ടുകാർ കൂടി ഉണ്ട്. ഒരു എത്ര ആളുണ്ട്? ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ, സന്തോഷമായില്ലേ? എങ്ങനെയുണ്ട് നമ്മളെ ഈ ഇതൊക്കെ? പിന്നെ സന്തോഷമാവാതിരിക്കും. ഇത് മുൻകൂട്ടിയിട്ട് മന്ദന്മാരായ കുറേ ആളുകൾ സത്യത്തിൽ നമ്മൾ പാറ്റത്ത് എന്താ പറയുക, വെളിച്ചത്തിലെ പാറ്റകൾ വന്ന് കുടുങ്ങുന്നത് പോലെ ഇങ്ങനെ വന്ന് കുടുങ്ങിക്കൊണ്ടിരിക്കല്ലേ, ചിലന്തി വല വിരിക്കുന്നത് പോലെ അതിലിങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് പ്രാണികൾ ഒളിഞ്ഞിട്ടുള്ളത്. എന്നാലും ശരി, ആളുകൾക്ക് തിരിയൂല. അവർക്ക് ഇനിയും ആ വഞ്ചന അതോ ഈ ആർത്തി മൂത്തിട്ട് ഈ തന്ത്രങ്ങൾ വല കെട്ടുക. കാരണം തങ്ങളുടെ ഈ ആർത്തി പൂർത്തീകരണത്തിന് വേണ്ടി വീണ്ടും വല കെട്ടുന്ന വീകുന്നവരും എന്താ സ്ഥിതി? അവരുടെയും ആർത്തി ഭയങ്കര. 1000 രൂപൻ്റെ ടിക്കറ്റ് എടുത്താൽ, 1000 ഉറുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്താൽ 60 1 കോടിയുടെ ഒക്കെയാണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് കിട്ടില്ലേ. അതുപോലെ തന്നെ BMW കാറ് കിട്ടുകയാണ്. ഇതൊക്കെ പേരിന് അവർ തന്നെ ഒരു പ്രത്യേക തന്ത്രം ഉറപ്പിച്ച് നമ്മളൊക്കെ അറിയാലോ. മുച്ചീട്ട് കളിക്കാരൻ്റെ ഒരു കളിയിൽ ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കിയതാ. എങ്ങനെയെന്നറിയും, ഈ മുച്ചീട്ട് കളിക്കാരൻ നമ്മളൊക്കെ അന്ന് ചില്ലറ കാശുമായിട്ട് ഇങ്ങനെ ഉത്സവത്തിനോ നീർച്ചക്കോ പോയ മുച്ചീട്ട് കളിക്കാരുണ്ടാവും. ആ മുച്ചീട്ട് കളിക്കാരൻ ഇതിൻ്റെ ആദ്യം അങ്ങനെ പറയും 2-3 അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വെക്കുന്ന ആ ടിക്കറ്റ് മറ്റേ ചീട്ടിൻ്റെ മേലെ നമ്മൾക്ക് ഒരു 50 പൈസ വന്നാൽ അപ്പോൾ 2 ഉറുപ്പ്യ കിട്ടി. പിന്നെ ഒരു 50 പൈസ വെച്ചാൽ പിന്നെയും 2 ഉറുപ്പ്യ കിട്ടി. അപ്പോൾ നമ്മൾ 1 ഉറുപ്പ്യ വെക്കും. അപ്പോൾ നമ്മൾ 4 ഉറുപ്പ്യ കിട്ടും.
അപ്പോൾ പിന്നെ ഇങ്ങനെ പിടിച്ച് അവിടെ തന്നെ പോകും, വേറെ ഒരു സ്ഥലവും. പിന്നീട് നേർച്ചയ്ക്ക് കാണാൻ വേണ്ടിയിട്ടും ഉത്സവത്തിന് കാണാൻ വേണ്ടിയിട്ടും ആനനെ കാണണം, പൂതനെ കാണണം, മറ്റത് കാണണം, വരവ് കാണണം വെച്ചിട്ട് പോണതാ, സർക്കസ് കാണണം. പിന്നെ ആ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ട് പോയിട്ട് കേവലം അക്കാലത്ത് പുന്നക്കൂരൊക്കെ പെറുക്കി വെച്ചിട്ടുള്ള കുറച്ച് 5 ഉറുപ്പ്യ 4 ഉറുപ്പ്യ ഉണ്ടാവും. അത് മുഴുവനും തന്ത്രപരമായിട്ട് ഈ മുച്ചീട്ട് കളിക്കാരൻ്റെ ആ ചതിയിൽ വീണിട്ട് അവർ മുഴുവനും അത് ഇല്ലാതാവും. അത് മുഴുവനാണ്ട് അവർ ചൂഷണം ചെയ്തെടുക്കും. ഇതുപോലെയാണ് ഇവർ ആദ്യഘട്ടത്തിലൊക്കെ ചില തന്ത്രങ്ങളൊക്കെ തട്ടിപ്പുകളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് ആ അപ്പോൾ തന്നെ കോടീശ്വരനാവാം, ഫ്ലാറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർ പറയുന്ന ഈ ടിക്കറ്റ് തട്ടിപ്പിലേക്ക് അവർ എടുത്തു പോയി. ഈ ലോട്ടറി പോലെ തന്നെ കിട്ടും. അതാണ് എപ്പോൾ കിട്ടും ഇനിയും കിട്ടും. ഈ ഒരേ ഒരു ആർത്തി മാത്രമേ മനുഷ്യരെ സംബന്ധിച്ചുള്ളൂ. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്ക് കുഴച്ചിട്ടില്ല. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി. പിന്നെ ഇങ്ങനെയായിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോമ്പിച്ച അതിന്റെ അടി ആ ഗ്ലാസ് നമുക്ക് വരെ വെച്ച് തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയെന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന നിൽക്കാനല്ലേ ഞാൻ നോക്കും. ഇപ്പൊ ഈ തട്ടിപ്പ് പൊളിഞ്ഞപ്പോൾ അതാണ് ഇത് പൊളിഞ്ഞതോടുകൂടെ പാണ്ടിക്കാട് കുഞ്ഞോനിപ്പോൾ ഒരു തരം ഭ്രാന്തായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിലെങ്ങനെ ഇത് കുടുങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40 ദിവസം കെട്ടാൽ 41 പൊളിയുക. അത് ദൈവികമായ ഒരു വ്യവസ്ഥിതിയാണ്. കാരണം അതൊന്നും ഇല്ലെങ്കിൽ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. ചില നിയന്ത്രണങ്ങൾ കൊണ്ട് അള്ളാഹു സർവശക്തനായ റബ്ബ് ചില കാര്യങ്ങൾ അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നിയന്ത്രിക്കും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു തോട്ടക്കാരൻ ഒരു തോട്ടം വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ തോട്ടത്തിൽ എന്തെല്ലാം ഒഴിവാക്കണമോ അതൊന്ന് പുതിയ നവീകരണം നടത്തുമ്പോൾ ആ തോട്ടത്തിന് വേണ്ട ചില പുരോഗതികളും വികസനങ്ങളുമൊക്കെ നമ്മൾ നടത്തും, അല്ലേ? അപ്പോൾ പുറത്തുള്ളവർക്ക് വിചാരിക്കും എന്തിനാടെ പഹാജ്യ അതൊക്കെ അങ്ങനെ ആക്കണ്, ഇതൊക്കെ ഇങ്ങനെ ആക്കണ്, ആ വാഴൊക്കെ എന്തിനെ വെട്ടി, ആ മൂച്ചിത്തൈ എന്തിനെ അവിടുന്ന് വെട്ടി, ആ തെങ്ങും തൈ എന്തിനെ അവിടുന്ന് വെട്ടി എന്നുള്ള പുറത്തുനിന്നുള്ളവൻ ചോദിക്കും. പക്ഷേ ഈ തോട്ടക്കാരനാണല്ലോ ചില ഉദ്ദേശങ്ങൾ. അവൻ ചിലപ്പോൾ അവിടെ വലിയ പെട്രോൾ പമ്പ് ഉണ്ടാക്കാനാവാം, അതല്ലെങ്കിൽ വേറെ വലിയ കോംപ്ലക്സ് പണിയാനാവാം. അപ്പോൾ ഈ നിലവിലുണ്ടായിരുന്നതിനേക്കാളും ലാഭകരമായ ചില കാഴ്ചപ്പാടുകൾ ആ തോട്ടക്കാരനുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ സർവശക്തനായ അള്ളാഹു ഇതിലിടപെടുകയും ആ സൃഷ്ടാവ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാം കണ്ട് ആളുകളെ വിഴുങ്ങിക്കളയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. മിക്സ് ശരിയായിട്ട് കാണില്ല. ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ നറുക്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കോയി പോയാൽ ഞാൻ വിളമ്പൽ നിർത്തുന്നു. മെല്ലെ ഒന്ന് ഇതിന് നേരെ ഒന്ന് വീഡിയോ ശ്രമിച്ചാൽ കാണാൻ പറ്റും. മെല്ലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് വലതിലേക്ക് സ്വാധീനമുള്ള ഞാൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലതിലേക്ക് സ്വാധീനമുള്ള ഞാൻ വലത് കൈയും അടുത്ത കൈയും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കൈയും നേരെ ഇങ്ങനെ വെക്കുന്നു. ഇടത് കൈയിൽ മാത്രമായിട്ട് എന്ന പേരായ ഒരു വ്ളോഗർ ഈ തട്ടിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും ആ തട്ടിപ്പിൻ്റെ പൊള്ളത്തരങ്ങളും വെട്ടിപ്പുകളും ഒക്കെ തുറന്നു കാണിക്കുന്നുണ്ട് അദ്ദേഹം ആ ന്യൂസ് ഹാക്കർ തൻ്റെ ആ ചെറിയ നേരത്തെ വ്ളോഗിലൂടെ. കാരണം ഇതൊക്കെ ആളുകൾക്ക് തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഈ ഒരു മേജിക്കിലൂടെയാണ്, അഥവാ കണ്ണ് വെട്ടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുഞ്ഞോൻ പറയുന്ന ചില വാക്കില്ലേ. കാരണം സാധാരണ രീതിയിൽ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ വളരെ എന്താ പറയുക, ലക്ഷക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അത് ചെറിയ ചെറിയ കടലാസിൻ്റെ പീസുകൾ. അതിൽ നിന്ന് എന്തിനാണ് കയ്യിലേക്കിട്ട് അടിയിൽക്കിട്ട് താത്തണ്? നമ്മൾ സാധാരണ ഇങ്ങനെ കുലുക്കിയിട്ട് കൊടുത്തുന്നതൊന്നും എടുക്കുക മോനെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രമാണ്, അതിൻ്റെ മേലെന്നാണ്ട് എടുക്കും, അല്ലേ? ഇത് കൈ അടിയിലേക്ക് നമ്മൾ വല്ല കണ്ണനെ പിടിക്കാനൊക്കെ കുളത്തിൽ കൈ താത്തുന്നത് പോലെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ തന്നെയാണ് ശരിക്കും താത്തിയാണ് കൊണ്ടുപോവുക. വർഷങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ എൻ്റെ പേര് എഴുതി നടക്കും. ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. ഹിക്മത്താണ് യഥാർത്ഥത്തിൽ ഈ ന്യൂസ് ആകർ കാണിക്കുന്നത്. പ്രത്യേക സൊലോട്ടോ പൊട്ടിച്ച് എന്നിട്ട് വളരെ തന്ത്രപൂർവ്വം ആദ്യം തന്നെ അവിടെ സെറ്റാക്കി വെച്ച് ആരും അറിയാതെ പിന്നെ തന്ത്രപരമായിട്ട് അതിങ്ങോട്ട് എടുത്ത് ഓക്കെ വളരെ ആളുകളൊക്കെ വിശ്വസിച്ച്. അപ്പോൾ വേണ്ടപ്പെട്ടവരോട് ചോദ്യം ചോദിച്ചപ്പോൾ ആ തൃപ്തിയായി, ഞങ്ങൾക്ക് നല്ല തൃപ്തിയായി. ഇനി അവർ തമ്മിൽ തല്ലുന്നത് കാണാം. കാരണം എന്താ, ഓരോരുത്തർക്കും പഴയ കാലത്ത് ഈശോനും മറിയം പറഞ്ഞ കഥ പോലെ. കാരണം ഒരു 3 പത്തിരിയുടെ കഥ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ ഇതിൽ പറയാൻ നേരമില്ല. എന്ന് പറഞ്ഞാൽ 3 പത്തിരി
കുറിച്ച് മഹാനായ ഈശോബിന് മറിയം തൻ്റെ കൂടെ വന്ന ഒരാളോട് പറയുകയാണ്, ദാസനോട് ഇതൊന്ന് സൂക്ഷിച്ച് വെക്ക്, സമയമായാൽ ഞാൻ പറയും. അങ്ങനെ സമയമായപ്പോൾ ഈശോബിന് മറിയം യേശു ചോദിച്ചു, ആ പത്തിരി എവിടെ, കൊണ്ടുപോവാ തിന്നട്ടെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ 2 പത്തിരി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെ 1 പത്തിരി? അപ്പോൾ പറഞ്ഞു, ഞാൻ അറിയില്ല പ്രഭു, നോണ പറയുക. അങ്ങനെ അദ്ദേഹം ചെറു അത്ഭുതങ്ങൾ കാണിച്ചതോ കടലിൻ്റെ മേലേക്ക് പോയി തിരിച്ചു വന്നു, എവിടെ പത്തിരി എന്ന് ചോദിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കഴിവുകൾ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ആ ദൈവത്തിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നീ പറയേ സഹോദര, ആ പത്തിരി എടുത്ത് എത്ര പത്തിരി 3 ഞാൻ തിന്ന് എന്ന് പറഞ്ഞാൽ പോലും ഈശോവിന് മറിയം അതിനെ എതിർ പറയൂല. ഇത് വല്ലാത്തൊരു പണിയാണ് ചെയ്തത് പഹ എന്നൊന്നും പറയില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അത്രമാത്രം ദയാലുവാണ്, അത്രമാത്രം കാരുണ്യവാനായ ഈശോവിന് മറിയമിനോട് അവൻ നുണ പറഞ്ഞു. നോക്കണം ആ ഒറ്റ പത്തിരിയുടെ കാര്യത്തിൽ. എന്നതുപോലെ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എന്നിട്ട് പിന്നെ അവസാനം സംഭവിച്ചത് എന്താണ്? ഇവർ 3 ആളും പിന്നെ പരസ്പരം ഒരു സ്ഥലത്ത് ഈ പറയുന്ന പഹയൻ എന്തെത്തി ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 കള്ളന്മാരെത്തി. പിന്നീട് അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് മുഴുവൻ എന്താണ്? ശരിക്കും നാശമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്കും അത് കിട്ടിയില്ല. അപ്പോൾ ഈശോവിന് മറിയം ഈ കഥ പറയാണ്. എന്താണ് മനുഷ്യൻ നേടിയത്? ഈ ദുനിയാവിന് വേണ്ടി, ഭൗതിക താല്പര്യത്തിന് വേണ്ടി പറ്റിച്ചും വെട്ടിച്ചും വയറ് നിറക്കാനും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് കേരള ഖാദർ കരിപ്പൊടി പോലും യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിന് കൂട്ടോ എന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു കുറേ മുമ്പ് തന്നെ. പക്ഷേ അത് സത്യത്തിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ വീഴ്ത്താനുള്ള ഒരു കഴിവുകൾ ഈ തട്ടിപ്പ് സംഘത്തിനുണ്ട്. അതാണ് വളരെ തന്ത്രപരമായിട്ട് തട്ടിപ്പെടുക്കുമ്പോൾ അഥവാ മേജിക്കിൽ നമ്മളെ വീഴ്ത്തിക്കളയാവുന്ന ചില മേജിക്കുകളുണ്ട്. അതാണ് ഏത് മനുഷ്യനെയും പിശാചിനെ പോലും പിശാചിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നല്ല മനുഷ്യന്മാരാണ് നമ്മൾ അത്ഭുതം തോന്നും. ചില കൊലപാതകങ്ങളുടെ പ്രതിയായിട്ട് കാണാം, ചില വേശ്യാലയങ്ങളിൽ സന്ദർശകനായിട്ട് കാണാം, ചില വഞ്ചന, തട്ടിപ്പ്, കൊള്ള സംഗീതത്തിലൊക്കെ ഈ വലിയ നമസ്കാരത്തായമ്പും മതപ്രഭാഷണം നടത്തുന്ന മുസ്ലിംമാരും ഒക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടനേകം ദുസ്വഭാവങ്ങൾ, ദുഷ്ടത ഒക്കെ കാണാം. പക്ഷേ ഇതാണ് ഈ പിശാചിൻ്റെ അതിതന്ത്രപരമായ ആ തട്ടിപ്പിൽ വീണാണ് ഇത്തരത്തിലുള്ള ആളുകൾ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നത്. ലോകത്ത് ഇത് മുഴുവൻ ആളുകൾ കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. അള്ളാഹു പറയുന്ന വിശുദ്ധ ഖുർആൻ പോലെ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനും ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനും ലാ യസ്മഹൂന ബിഹാ ഉലൈക കല്ലനാമി ബല്ലും അതല്ലോ. ഹൃദയമുണ്ട്, ഒന്നും കണ്ടു മനസ്സിലാക്കുന്നില്ല. കണ്ണുണ്ട്, ഒന്നും കണ്ടു മനസ്സിലാക്കുന്നില്ല, ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. നോക്കണം, ചെവിയുണ്ട്, കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. അവർ പോയിട്ട് ഈ പൊട്ടക്കിണറ്റിൽ വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ്. അതിനി തുടരുക തന്നെ ചെയ്യും ഖിയാമ വരെ, യാതൊരു സംശയവുമില്ല. ആളുകൾ ഈ ആർത്തി മൂത്ത് നടക്കുകയല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം അൽ മുക്തദർ ജ്വല്ലറിക്കാരെ തൊപ്പി ധരിച്ച് നോക്കണം, അസ്സലാമു അലൈക്കും അറബികളുമായി സംസാരിച്ച് കോടിക്കണക്കിൽ പറ്റിച്ച് കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ MLA ഒരു ഫാഷൻ കോഡ് സ്ഥാപിച്ച് ആളുകളുടെ പൈസ മുഴുവൻ പറ്റിച്ച് പിന്നെ ഇരകളുടെ ഒരു സമ്മേളനം നടത്തിയതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ നിയമപരമായി ലീഗലായിട്ട് ഇതിനൊന്നും യാതൊരു തരത്തിൽ പ്രാബല്യവുമില്ല. എവിടെയും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ലോട്ടറി, അതാണ് ആ ലോട്ടറി ആ ലോട്ടറിക്ക് പിന്നെയെങ്കിലും സർക്കാർ നടത്തുന്നതാണെന്നെങ്കിലും പറയാം. ഇത് മനുഷ്യന്മാർ തന്നെ സ്വയത്തരത്തിലുള്ള വഞ്ചനകൾ കുഴി കുത്തിയിട്ട് ആളുകൾ അതിൽ ചാടിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ചാടാൻ വരുന്നു എന്ന് വന്നാൽ എന്തു ചെയ്യും? പിന്നെ ആർക്കാണ് അവരെ തടയാൻ കഴിയുക, പിടിച്ച് നിർത്താൻ കഴിയുക? അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള സങ്കടകരമായ ദിനംപ്രതി മലക്കം മറിയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ. ഞാൻ ഇന്ന് വരെ തിന്നിട്ടില്ല. നമ്മൾ ആറാമായ മുതലുണ്ടല്ലോ, അത് ഇന്ന് വരെ നമ്മൾ കുടുംബത്തിനും തീറ്റിച്ചിട്ടില്ല, നമ്മൾ തിന്നിട്ടില്ല, നമ്മൾ തിന്നൂല. പക്ഷേ ഇന്നലെ വരെ തിന്നു, ഇന്ന് മുതൽ അത് തിന്നാൻ തുടങ്ങി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഈ തട്ടിപ്പ് പൊളിഞ്ഞതിന് ശേഷം പിന്നെയും ആ തട്ടിപ്പിനെ ന്യായീകരിക്കുക അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുമല്ലോ, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണിത്. എല്ലാ തൃപ്തികേടുകളും തമ്മാടിത്തരങ്ങളും ചെയ്താലും പാശ്ചാത്താപ ബോധമില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്, ഇനി ചെയ്യില്ല, അത് തെറ്റാണ് സംഭവിച്ചു പോയി എന്നുള്ള ആ ഖേദപ്രകടനം സമൂഹത്തോടുമില്ല, സ്വന്തത്തോടുമില്ല, അള്ളാഹുവിനോടുമില്ല, ഒന്നുമില്ല. അതാണ് മനുഷ്യന്മാർ ഒട്ടനേകം. എൻ്റെ അടുത്ത് ഒരു അയൽവാസിയുണ്ട്, അദ്ദേഹം വലിയ ഒരു ലീഡറും വളരെ പള്ളിയുടെ ഒക്കെ ബന്ധപ്പെട്ട ആളാണ്. 33 വർഷമായി എന്നെ ഏറ്റ് അയാൾ മുണ്ടിയിട്ട് ശരിക്കും. എന്താ നിസ്സാര പ്രശ്നത്തിന് അയാൾക്ക് അത്ര ഈഗോ? കാരണം ഇവരാണ് ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും എന്തില്ല, അവരെ സംബന്ധിച്ച് അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല. അതാണ് പിശാചി അതിന് ഭംഗിയാക്കി അങ്ങോട്ട് കൊടുക്കും. നമ്മൾ എന്ത് വൃത്തിയോട് ചെയ്യുമ്പോഴും അത് ഞാൻ എന്തിനാ ഓൻ്റെ കാല് പിടിക്കാൻ പോണ്? അത് പിശാചി പറയുകയാണ്.
കാരണം അതാണ് മഹാനായ മൂസ കലീമുല്ലാഹിയോടൊക്കെ ഈ ഫിർഹോൻ പറഞ്ഞതൊക്കെയാണ്. പിശാച് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഞാൻ ഓൻ്റെ കാലം പിടിക്കില്ല എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നോക്കണം. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ച കൂട്ടത്തിലാണ് പറഞ്ഞത്, പറ്റില്ല, ഞാൻ അവന് സുജൂദ് ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ അവന് സുജൂദ് ചെയ്യാതിരിക്കാൻ തക്ക കാരണം? പക്ഷേ അതിപ്പോൾ ഇവിടെ വിഷയമല്ല, അത് പിന്നീട് പറയാം. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ന്യായവാദം അതാണ്, താല അന ഹൈറും മിന്നു, ഞാനാണ് ഗുണവാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളടുത്ത് തെറ്റൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ആരെയും കാല് പിടിക്കാൻ പോകില്ല, അങ്ങനെ പറയാം. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ ചോദിക്കുക എന്നതാണ് മനുഷ്യ സഹജം. ഹൈറുക്കും മൻ തവ്വാബൂൻ എന്ന് പ്രവാചകൻ പറഞ്ഞതാണ്. കുല്ലുക്കും മിൻ ആദം കുല്ലു മിൻ ബനി ആദം ഖത്താബൂൻ, എല്ലാ ആദമിൻ്റെ സന്തതികളും തെറ്റ് ചെയ്യുന്ന പ്രവണതയുണ്ട്, പ്രകൃതമുണ്ട്. പക്ഷേ ഹൈറുക്കും മൻ തവ്വാബൂൻ, ഏറ്റവും ഉന്നതന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് കുറ്റബോധമുണ്ടാവുകയും ക്ഷമ ചോദിക്കുമ്പോൾ അത് നടക്കണില്ല ഈ ലോകത്ത്. ഞാനെന്താ ഓൻ്റെ കാല് പിടിക്കുക? നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, തഹജ്ജുദുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ സ്വന്തം സഹോദരനോട് തെറ്റ് ചെയ്തെന്ന് ബോധ്യമായാലും ബോധ്യപ്പെടുത്തിയാലും ഇല്ല, ഞാനത് ചെയ്യില്ല, അങ്ങനെ അങ്ങോട്ട് പോകും, മയ്യത്താവും. എവിടേക്ക് പോകും? ശാശ്വതമായ നരകാഗ്നിയിലേക്ക് പോകും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ 3 ദിവസം ഒരു വിശ്വാസിയുമായിട്ട് ഉള്ളു തുറന്ന് രോഗ്യമായില്ലെങ്കിൽ അവൻ നരകാഗ്നിക്ക് പാത്രമാണ് തീർച്ച എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സലാസ മർറാത്ത് 3 തവണ ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മാനോട്ട് തെറ്റിയാലോ ഇപ്പാനായിട്ട് തെറ്റിയാലും കുടുംബക്കാരായിട്ട് തെറ്റിയാലോ അയൽവാസികളായിട്ടൊക്കെ തെറ്റിയാൽ പിന്നെന്താ പാട്? ആലോചിച്ച് നോക്ക്. ഒരു വിശ്വാസിയായ സഹോദരനോട് അഥവാ ഒരു അന്യ മുസ്ലിമിനോട്, അത് തന്നെ അവനോട് പോലും 3 ദിവസത്തിലേറെ ആരോഗ്യമില്ല എന്ന് പഠിപ്പിച്ച ഒരു ദീനിൻ്റെ വാക്താക്കളാണ് നമ്മൾ. മാത്രമല്ല പിന്നെ എന്താ ന്യായീകരണത്തിൽ ഏറ്റവും എന്നെ ലജ്ജിപ്പിച്ചത് അല്ലെങ്കിൽ എന്നെ കൗതുക വാർത്ത എന്ന് നമ്മൾ പറയുമല്ലോ, അതിൽ ഏറ്റവും എനിക്ക് രസം തോന്നിയ ഒരു വാർത്ത എവിടെ വെച്ചാൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ പറയുന്നുണ്ട്, എന്തെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് ഇതാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് എടുത്തതല്ല, അല്ല പിന്നെ എന്തിനാ ഇങ്ങനെയാണ് എടുത്താൽ പോരെ എന്ന് ചോദിച്ചതാണ്. ഈ വലിയൊരു വിശാലമായ ഒരു ബക്കറ്റ് മാതിരി നിങ്ങൾ കാണുന്നില്ലേ, അതിൽ നിന്ന് ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി. അതാണ് യഥാർത്ഥത്തിൽ. അതിങ്ങനെ അടിയിലേക്ക് 2 കൈയും നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെ കുട്ടികൾ ഞങ്ങൾ കരുക്കം വന്നില്ല എന്ന മാതിരി നമ്മൾ കണ്ണനെ പിടിക്കാൻ വേണ്ടി കുളത്തിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ താത്തിയിട്ട് പോണത് പോലെ അത്രമാത്രം സൂക്ഷ്മതയോടെ തന്ത്രത്തിൽ പോയിട്ട് ഈ എടുക്കേണ്ടതല്ല ഈ ടിക്കറ്റ്. കാരണം ആ കൂട്ടത്തിൽ നിന്ന് ഒന്ന് എടുക്കുക, അതല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടൊന്ന് കണ്ടെടുപ്പിക്കുക, രണ്ടും ആവാം. പക്ഷേ അത് രണ്ടും തന്നെ ചെയ്യാതെ ഈ തട്ടിപ്പ് വളരെ സിമ്പിളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അത് കാട്ടണത്. എന്നിട്ട് വീണ്ടും ഞാൻ കുമ്പിടുന്നത് അങ്ങനെ വയ്യാഞ്ഞിട്ടാണ്, ഞാൻ ഹൈറ്റ് കുറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പാത്രം കുറച്ച് ഹൈറ്റ് കൂടിയത് കൊണ്ടാണ്, കാരണം അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തെല്ലാമാണ് അള്ളാഹുവേ ഈ മനുഷ്യന്മാർ, ഈ ആർത്തി പണ്ടാരങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ച് അവരുടെ എന്താ പറയുക വയറ് നിറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇഷ്ടം പോലെ അള്ളാഹു കൊടുത്തിട്ടും കിട്ടിയിട്ടും ഉണ്ടായിട്ടും പിന്നെയും ആർത്തി തീരാതെ മനുഷ്യന്മാർ യാതൊരു മനുഷ്യത്വവും കാരുണ്യവും കാണിക്കാതെ ആളുകളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ തന്ത്രപരമായിട്ട് തങ്ങളുടെ വീട്ടിലെത്തിക്കാനുള്ള വളരെ വ്യക്തമായ ഒരു ഐഡിയ അല്ലേ ഇത്. ഈ ഐഡിയ ഇന്നുള്ള സമൂഹമൊക്കെ പഠിച്ചോളി എന്നാണ് പരസ്യമായിട്ടത് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചുകൊണ്ട് എന്താ പറയുക ഒരു പരസ്യം ചെയ്യലുകൂടെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കൂ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പെട്ടുകൂടാ, ചതിക്കപ്പെട്ടുകൂടാ, അത് വലിയ സങ്കടകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.